കർണാടകയിൽ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി മാറ്റം നടക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. സിദ്ധരാമയ്യയുമായും കോൺഗ്രസ് ഹൈക്കമാൻഡ് DK ശിവകുമാറുമായും ഒക്കെ ചർച്ച നടത്തുകയാണ്. കർണാടകത്തിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചാണ് മുഖ്യമന്ത്രി മാറ്റ വിവാദമുണ്ടായത്. അവസരം കാത്തിരിക്കുന്ന BJPക്ക് പിടികൊടുക്കാതെ സർക്കാരിനെ സംരക്ഷിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ ചുമതലയായിരുന്നു. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിലുള്ള ചർച്ചകൾ അവിടെ നടന്നു. പല പ്രാവശ്യം നടന്ന ചർച്ചകളിൽ ചില തീരുമാനങ്ങളിൽ നേതാക്കൾ എത്തി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനിടയിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ DK ശിവകുമാറിന്റെ വസതിയിൽ പ്രഭാത ഭക്ഷണ ചർച്ചകൾക്ക് എത്തി. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് ഇരു നേതാക്കളും വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്തിയത്. നവംബർ 29 നടന്ന കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുക്കത്തിന്റെ സൂചനകൾ പ്രകടമായതിന് പിന്നാലെയാണ് ഇരു നേതാക്കളും വീണ്ടും ചർച്ചകൾ നടത്തുന്നത് എന്നാണ് കർണാടകത്തിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി മാറ്റം സംബന്ധിച്ച് നേരത്തെ നൽകിയിരുന്ന വാക്ക് പാലിക്കാൻ ഇരു നേതാക്കളോടും ഖാർഗെ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് ഇരു നേതാക്കളും ധാരണയിലെത്തണമെന്ന് ഖാർഗെ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. അതായത് ഇന്നത്തെ ചർച്ച കൂടി കഴിയുമ്പോഴേക്കും ഇതിലൊരു ധാരണ ഉണ്ടാകുമെന്ന് സാരം. ഇരു നേതാക്കളും വാക്കുപാലിച്ചില്ല എങ്കിൽ തന്റെ സ്വന്തം സ്ഥാനത്ത് പോലും തനിക്ക് വിലയുണ്ടാകില്ല എന്നാണ് ഖാർഗെ പറഞ്ഞത് എന്ന് NDTV ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ഖാർഗെ പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള ഇരു നേതാക്കളുടെയും പിടിവലിക്ക് പിന്നാലെ നവംബർ 29 സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും ഐക്യത്തിന്റെ സന്ദേശമാണ് നൽകിയത്. ഐക്യം തുടരും, ഞങ്ങൾ ഒരുമിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകും, ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നത ഇല്ല എന്നായിരുന്നു ഒരു പ്രഭാത ഭക്ഷണ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതോടെ ഒരു മഞ്ഞുരുക്കം ഉണ്ടായി എന്ന പ്രതീതി ഉണ്ടായി. DK ശിവകുമാറുമായി ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ല എന്നും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നുമാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. തെറ്റായ ആരോപണങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നും സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ഹൈക്കമാൻഡ് ഇവർക്ക് നിർദ്ദേശം നൽകി ഇന്ന് വീണ്ടും ചർച്ച നടത്താൻ. നേതൃവിഷയം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് DK ശിവകുമാറും അന്ന് വ്യക്തമാക്കിയത്. ദേശീയ നേതൃത്വം എന്തു പറയുന്നു അത് തങ്ങൾ അനുസരിക്കും, ഇവിടെ ഗ്രൂപ്പില്ല, ഞങ്ങൾ യോജിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. എന്താണോ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ അതിനൊപ്പമാണ് എന്നും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ കർണാടകത്തിൽ ഒരു മുഖ്യമന്ത്രി മാറ്റ സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം അണികൾക്കിടയിലും ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിദ്ധരാമയ്യ 2.5 വർഷത്തിന് ശേഷം DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒരു വാക്ക് പാലിക്കാത്ത പക്ഷം അണികൾക്കിടയിലും DK പക്ഷത്തിന് വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് അത് കോൺഗ്രസിനകത്ത് തന്നെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുമോ എന്ന സംശയമുണ്ട്. മറുവശത്ത് BJP ആണെങ്കിൽ DK ശിവകുമാറിനെ എങ്ങനെയും പിടിക്കാൻ വലവിരിച്ചിരിക്കുകയാണ്. DK ശിവകുമാറിന്റെ പക്ഷത്ത് കൂടുതൽ MLA മാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. DK ശിവകുമാർ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന്, ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് BJP പരസ്യമായി പറയുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ വിഷയം വളരെ ഗൗരവത്തോടെ കാര്യമായാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉടനൊരു തീരുമാനം കർണാടകയിലെ മുഖ്യമന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില സർപ്രൈസ് തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്.